ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി ഒരു സ്ത്രീ കടന്നു വരുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. അവരുടെ ഭർത്താവിനെ കാണാനില്ലെന്നും അതിൽ പ്രത്യേക വ്യക്തിയെ അവർക്ക് സംശയമുണ്ടെന്നും അവർ പറയുന്നു. അപ്പൊ ഇതിന് പിന്നാലെയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഇൻസ്പെക്ടർ, ആ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. സംശയിക്കുന്നയാളെ ഒരു ആക്ഷൻ ബ്ലോക്കോട് കൂടി നായകൻ പിടിച്ചുകൊണ്ട് വരികയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷം വളരെ അടുത്തൊരു ദിവസം ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഒരു തോട്ടത്തിൽ നിന്ന് കാണുകയുണ്ടാവുകയാണ്. അപ്പോൾ അതിന് പിന്നാലെയുള്ള കുറ്റാന്വേഷണം മറ്റൊരു വശത്തും. ഒരേ സമയം ഈ തിരോധാനത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റാന്വേഷണ കഥ ഒരുമിച്ച് പറഞ്ഞു പോകുന്ന സിനിമയാണ് 2024 തമിഴിൽ പുറത്തിറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടുള്ള ഒരു നൊടി. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ട എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഈ സിനിമയിലുണ്ട്. അതൊരു സാധാരണ തിരോധാനവും സാധാരണ കൊലപാതകവും തന്നെയാണെങ്കിലും അതിലെ വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലമെന്റ്സ്, അല്ലെങ്കിൽ അതിന്റെ സോൾവ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ അത് അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് തിരക്കഥയിലേക്ക് വരുമ്പോൾ ആദ്യ അവസാനം എവിടെയും ബോധടിക്കാതെ 2-2.25 മണിക്കൂറിലധികം സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട്, എന്നാൽ വളരെ പാക്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകാനും ഇവർ ശ്രദ്ധിച്ചു. കഥ തുടങ്ങിയ ഉടനെ തന്നെ ഒരു ആക്ഷൻ ബ്ലോക്ക് വരുമ്പോൾ ചെറിയൊരു ചടപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മൾ സിനിമയ്ക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവസാനം വരെ എൻഗേജ് ചെയ്തെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. മേക്കിങ്ങിലെ പോരായ്മകൾ പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ആ ഒരു ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വിഷ്വലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അഭിനേതാക്കളിലേക്ക് വരുമ്പോൾ കുറേ പുതുമുഖങ്ങളാണ്. അതിൽ MS ഭാസ്കറും അങ്ങനെ 1-2 ആക്ടേഴ്സും ഒക്കെയാണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ എല്ലാ അഭിനേതാക്കളും നന്നായി പെർഫോം ചെയ്ത പോലെയാണ് തോന്നിയത്. പ്രധാന നായകനായിട്ടുള്ള പോലീസുകാരന്റെ വേഷം ചെയ്തിട്ടുള്ള പുള്ളി ആള് ആ ഒരു ക്യാരക്ടർ പിടിച്ച് ആദ്യാവസാനം നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ തമിഴിൽ തന്നെ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സിനിമയിൽ ഫീൽ ചെയ്തത്. കുറെയൊക്കെ പ്രതികളെ പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ റിയാലിറ്റിയോട് ചേർന്ന് മാക്സിമം നന്നായിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പേഴ്സണലി അത് വളരെ നന്നായി തോന്നി. ഒരുപക്ഷെ തമിഴിലൊക്കെ ഇങ്ങനെയുള്ള സിനിമകൾ വളരെ കുറവാണ് വരുന്നത്. നമുക്ക് ഈ വർഷം തന്നെ വന്നിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും, തലവൻ പോലെയുള്ള സിനിമകളിലൊക്കെ അവർ ആ ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ വളരെ സ്റ്റഡി ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വശത്തോട് അത്യാവശ്യം നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഒന്നുകൂടി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പൊ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഓക്കെ ഫീലാണ്. സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും ഓവറോൾ ടെക്നിക്കലി ഒരു ഡീസന്റ് ഔട്ട്പുട്ട് ഉണ്ട്. എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ പാക്ഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഈ സിനിമയിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്ന ട്വിസ്റ്റുകളൊക്കെ ഗംഭീരമായിരുന്നു. സസ്പെൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ട്വിസ്റ്റ് ഒക്കെ ശരിക്കും ഞെട്ടിച്ചു. പേഴ്സണലി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സീക്വൻസ് ഒക്കെ തന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ വർഷം വലിയ സ്റ്റാർ സിനിമകളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് മാത്രം വലിയ വിജയങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന തമിഴ് സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്ര നല്ലൊരു സിനിമ അവിടെ നല്ല രീതിക്ക് ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലി അവർ സ്റ്റാർ സിനിമകളിൽ എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ പോലെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ വിജയിപ്പിച്ചു തുടങ്ങുകയാണെങ്കിൽ തമിഴിൽ നിന്നും നല്ല സിനിമകൾ, ചെറിയ സിനിമകൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന സിനിമയാണ് ഒരു നൊടി. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.